ഹായ് ഓൾ, എൻ്റെ പേര് സാന്ദ്ര. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെൻറ്ററാണ്. അപ്പോൾ നമ്മൾ ഡിസംബർ എക്സാംസിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സാംസ് ഡിസംബർ ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരുണ്ട്, സെക്കൻഡ് ടൈം എക്സാം എഴുതുന്നവരുണ്ട്, തേർഡ് ടൈം എക്സാം എഴുതുന്നവരുണ്ട്. അങ്ങനെ പല ടൈമിലായിട്ട് എക്സാംസ് എഴുതുന്നവരാണ് നമുക്ക് ഇഗ്നോയിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇഗ്നോയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പൊ മുഴുവനായിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ നോക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് എംകോം സെക്കൻഡ് ഇയറിന്റെ ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയാം. ഇഗ്നോ എംകോം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രീം തന്നെയാണ്. കൊമേഴ്സ് എന്ന് പറയുന്നത്, അതിൽ എംകോം എന്ന് പറയുന്നതും അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെയാണ്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്റർനാഷണൽ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എംകോമിന്റെ സെക്കൻഡ് ഇയറിലാണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എംകോം സെക്കൻഡ് ഇയറിന്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ എക്സാമിന് മുമ്പേ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ എക്സാം ഡൈനമിക്സ്, നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് മോസ്റ്റ്ലി നമ്മൾ കുറേ നാളിന് ശേഷമൊക്കെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ഒരുപാട് ചിലപ്പോൾ നമുക്ക് പാനിക് ആവാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എക്സാമിന്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, അതിനെ നമ്മൾ ഏത് രീതിയിലായിരിക്കും ആൻസേഴ്സ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പല കൺഫ്യൂഷൻസും പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത്. എക്സാം സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇഗ്നോയിൽ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാറ്റേൺ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ യൂണിവേഴ്സിറ്റി കുറെ ആയിട്ട് നമ്മൾ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് എക്സാംസ് അവർ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ എക്സാംസിന് ആ ഒരു സ്ട്രക്ചറും അങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് കൂടുതലും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിനകത്ത് നമ്മൾ 20 മാർക്സിന്റെ 10 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഒരു എംകോം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കൂടുതലായിട്ട് കുറച്ച് ഏരിയാസ് കൂടുതൽ കവർ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എംകോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ കൂടുതലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് 10 മാർക്സിന്റെ 20 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം അത് കാണാതെ പഠിക്കാതെ നമ്മൾ അതിനെ മനസ്സിലാക്കി പഠിക്കുക. നമുക്കൊരു ടോപ്പിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് മാക്സിമം നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് എഴുതാനും ഓർത്തിരിക്കാനും വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയ ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ ആ ഒരു എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ തിയറി പഠിക്കുന്നത് പോലെ തന്നെ പ്രാക്ടിക്കലി നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ട് നമുക്ക് അതിനകത്ത്. ആ പ്രോബ്ലം പേപ്പേഴ്സിനെ കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിനകത്തുനിന്ന് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കാം. നമ്മളിപ്പം തിയറീസ് പഠിക്കുന്നത് പോലെ അല്ല നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. മാക്സിമം ഒരു 2-3 പ്രോബ്ലംസ് എങ്കിലും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് വണ് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ. ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ക്രെഡിറ്റ്സ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇഗ്നോയിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എത്ര മണിക്കൂർ ചെലവഴിക്കണം എന്നുള്ളതിന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ തരുന്നതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 അവേഴ്സ് ഓഫ് സ്റ്റഡി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എത്രത്തോളം മണിക്കൂർ നമ്മൾ, അല്ലെങ്കിൽ എത്ര അവേഴ്സ് നമ്മൾ ഒരു ഒരു സബ്ജക്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രെഡിറ്റ് വേണ്ടത് മെയിൻ ആയിട്ട് 2 സബ്ജക്റ്റ് ആണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. MCO03-ഉം MCO07-ഉം ആണ് വരുന്നത്. റിസർച്ച് മെത്തഡോളജി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ 2 സബ്ജക്റ്റിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പോയിന്റ്സ് എംകോമിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്, ക്രെഡിറ്റ് പോയിന്റ്സ്
പോയിന്റ്സ് കൂടുതൽ വേണ്ട സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടെ മറ്റ് സബ്ജക്ട്സിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഹൈ പ്രയോറിറ്റി സബ്ജക്റ്റുകളായിരിക്കും ഈ പറഞ്ഞ രണ്ട് സബ്ജക്റ്റുകൾ MCO03യും MCO07നും റിസർച്ച് മെത്തഡോളജിയും ഫിനാൻഷ്യൽ മാനേജ്മെന്റും കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് കുറച്ചും കൂടെ വേസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ബാക്കിയുള്ള 4 സബ്ജക്ട്സ് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റ് 2 സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നമുക്ക് ക്രെഡിറ്റ് പോയിന്റ്സ് കുറവുള്ള 4 സബ്ജക്ട്സുകളാണ് ബാക്കി വരുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ക്രെഡിറ്റ് പോയിന്റ്സ് കൂടുതലുള്ള സബ്ജക്റ്റിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് വണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. നമ്മൾ ഇഗ്നോർഡ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതായത് മുൻ വർഷങ്ങളിൽ നമ്മുടെ ചോദ്യ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള പല ചോദ്യങ്ങളും നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചും കൂടെ എന്ത് ചെയ്യാം, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ അതിലൂടെ നമുക്ക് എന്താ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയറൈസ് ആകുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എക്സാമിന്റെ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കിന് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് കൂളായിട്ട് തന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും കാര്യങ്ങളും നമ്മൾ എങ്ങനെ എഴുതണം. ഇപ്പൊ നമ്മൾ ഒരു 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പാരഗ്രാഫ് കണക്ക് നമ്മൾ എഴുതി പോയിട്ട് അതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ എക്സാമിന് ആൻസേഴ്സ് എഴുതുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തന്നെ അതിനെ ആദ്യം നമ്മൾ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെയിൻ പോയിന്റ്സ് എഴുതുക. ആ മെയിൻ പോയിന്റ്സിന് എന്തെങ്കിലും സബ് പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സബ് പോയിന്റ്സ് എഴുതുക. അതേപോലെ തന്നെ മെയിൻ പോയിന്റ്സ് വരുമ്പോഴത്തേക്കിന് അതിനെ നമ്മളൊരു ടോപ്പിക് ആയിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിനെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കുക. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയതിലൂടെ നമുക്ക് ഒരു കൺക്ലൂഷൻ കണ്ടെത്താൻ സാധിച്ചത് എന്താണ്, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ഒരു കൺക്ലൂഷനും കൂടെ ആകുമ്പോൾ നമുക്ക് ആ ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യന് ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതിന് വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് എക്സാമിന് മുമ്പേ ആയിട്ട് ഒരു 5 വർഷത്തെങ്കിലും മിനിമം ഒരു 5 വർഷത്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത എക്സാംസിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്യുന്നതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ എക്സാം സ്ട്രാറ്റജീസ്, നമ്മുടെ പാർട്ട് 1ലെ എക്സാം സ്ട്രാറ്റജീസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എക്സാമിന്റെ സ്ട്രക്ചർ അറിയുക. അതേപോലെ തന്നെ ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി പാർട്ട് 2ലേക്ക് വരുമ്പോൾ സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ്. അപ്പൊ നമുക്ക് അതിനകത്ത് അറിയാം, നമുക്ക് മെയിൻ ആയിട്ടും 2 രീതിയിലായിരിക്കും പേപ്പേഴ്സ് പഠിക്കാൻ വരുന്നത്. ഒന്ന് കോർ പേപ്പേഴ്സും അതേപോലെ തന്നെ അല്ലാതെ വരുന്ന പേപ്പേഴ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കോർ കൊമേഴ്സ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ അടുത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിൽ പോകുന്ന സബ്ജക്റ്റുകളാണ് നമ്മൾ കോർ കൊമേഴ്സ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ കോർ കൊമേഴ്സ് പേപ്പേഴ്സിനാണ് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാക്കി വരുന്ന ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് പേപ്പേഴ്സ്, ഇന്റർനാഷണൽ ബിസിനസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിംഗിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന പേപ്പേഴ്സ് ആണ് ബാക്കി പേപ്പേഴ്സ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ കോർ കൊമേഴ്സ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ MCO03യും MCO07നും ആണ് നമുക്ക് കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്. അതിൽ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് MCO03. അതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഡിസൈൻസിനെ കുറിച്ച്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമ്മുടെ കോർ പേപ്പർ ആയിട്ടുള്ള MCO03 റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, അത് നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം പേപ്പർ പോലെയാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്കുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് തന്നെ ഗൈഡ് ബുക്സ് കൊടുത്തിട്ടുണ്ട്, എക്സാം ഗൈഡ് ബുക്സ് കൊടുത്തിട്ടുണ്ട്.
സോൾഡ് ഗെറ്റ്സ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും കൂടെ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എല്ലാം അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അപ്പൊ അതിനകത്ത് നമ്മൾ കൂടുതലും ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കിന് കോറിലേഷന്, റിഗ്രഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് തന്നെ കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള ഒരു ഏരിയാസും കൂടെയാണത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ കോർ പേപ്പർ ആയിട്ടുള്ള മറ്റൊരു കോർ പേപ്പറാണ് MGO07 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പേപ്പറിലും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉള്ളതെല്ലാം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനകത്താണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഡിവിഡൻഡ് പോളിസി, റിസ്ക് അനാലിസിസ്, ഈ പറഞ്ഞ ഏരിയാസിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഈ ഏരിയാസ് ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള ഏരിയാസുകളുടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ട് ഈ ഏരിയാസ് ഒക്കെ കൂടുതൽ പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ തന്നെ മാക്സിമം നമുക്ക് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ കാര്യമോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഈ NPVയുടെയോ PVയുടെയോ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണ്, IRRന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ചും കൂടെ പ്രാക്ടിക്കലി കണ്ടുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ എക്സാമ്പിൾസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ രീതിയിലും കൂടെ നമ്മൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ വരുന്നത് ബാക്കിയുള്ള 4 സബ്ജക്ട് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് പേപ്പേഴ്സ് ആണ്. ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ്, ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ബാക്കിയുള്ള 4 പേപ്പേഴ്സ് ആണ് വരുന്നത്. ഈ 4 പേപ്പേഴ്സും നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് പേപ്പേഴ്സ് ആയിട്ട് വരുന്നതാണ്. ഇതിന്റെ കമ്പാരിറ്റീവ്ലി ക്രെഡിറ്റ് സ്കോർ ഇത് 4 കുറവായിരിക്കും. അതിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എൻട്രി സിസ്റ്റത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ഇന്റർനാഷണൽ പോളിസീസിനെ കുറിച്ചും ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനകത്ത് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. അതേപോലെ തന്നെ IBO01 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിനകത്താണെന്നുണ്ടെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, അതേപോലെ തന്നെ ഇന്റർനാഷണലി ബിസിനസ് എൻവയോൺമെന്റ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിനകത്ത് നോക്കുന്നത്. പിന്നെ ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസിനകത്ത് നമുക്ക് പ്രാക്ടിക്കൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. ആ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഗ്ലോബൽ ട്രേഡ് പോളിസീസും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ഗ്ലോബൽ എക്കണോമിക് ട്രെൻഡ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പൊ അതും ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് വണ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതിനകത്തും നമ്മൾ എന്താണ് ട്രേഡ് പോളിസീസിനെ കുറിച്ചും മേജർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ആ ഏരിയാസ് എല്ലാം നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാതെ എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിലും നമ്മൾ ഫിനാൻസ് ടെക്നിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്സ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യാം. ഇതിനകത്തും നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ അതിന് വേണ്ടിയിട്ടും കൂടെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ നമുക്ക് കൊമേഴ്സ് പേപ്പേഴ്സ് ആയിട്ട് 2 പേപ്പേഴ്സ് ആണ് വരുന്നത്. മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ബാക്കിയുള്ള 4 പേപ്പേഴ്സ് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് പേപ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ കൊമേഴ്സ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് കുറച്ചും കൂടെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഒരു ജനറൽ സ്റ്റഡി ടിപ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ജനറൽ സ്റ്റഡി ടിപ്സിനകത്ത് ഫസ്റ്റ് വണ് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി നമ്മളിവിടെ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസവും ഏത് സബ്ജക്റ്റ് ആണ്, ഇതിന്റെ ഏത് ബ്ലോക്ക് ആണ്, ഏത് യൂണിറ്റ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റഡി റുട്ടീൻ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി റുട്ടീൻ ഫോളോ ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് ഓൾ സ്റ്റുഡൻസും വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് എക്സാമിന് കൂടിപ്പോയാൽ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു പ്ലാൻ കൊണ്ടുവരാം. ഇപ്പം നമുക്കൊരു 10 days ആണുള്ളത്, അല്ലെങ്കിൽ ഒരു 20 days ആണ് എക്സാമിനുള്ളതെന്നുണ്ടെങ്കിൽ ആ 20 daysന് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഏത് സബ്ജക്റ്റിന് നമ്മൾ കൂടുതൽ ടൈം അലോട്ട് ചെയ്യണം, ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ സമയം നമ്മൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് നമ്മുടെ പലരും ജോലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് പലരും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ കോഴ്സസ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ജോബ് റുട്ടീനുമായിട്ടും അതേപോലെ തന്നെ അതിനുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. സ്റ്റഡി പ്ലാൻ നമ്മൾ ചുമ്മാ അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്ത് പോവുകയും വേണം. അപ്പൊ അതാണ് ഫസ്റ്റ് വണ്, ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. യൂസ് വിഷ്വൽ എയ്ഡ്സ്. യൂസ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ നമ്മൾ ജസ്റ്റ് ചുമ്മാതെ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഓർത്ത് നിൽക്കണമെന്നില്ല. അപ്പൊ അതിലും ബെറ്റർ ആയിട്ട് നമുക്കിപ്പം ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കോ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് വെക്കോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്കിപ്പോ പെട്ടെന്ന് ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഡൗട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കിയെടുത്ത് നമുക്കതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ നിങ്ങൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസോ അല്ലെങ്കിൽ ചാർട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത്, ഇപ്പൊ കമ്പാരിസൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ 2 കോളംസ് ആയിട്ടൊക്കെ വരച്ച് ഡിഫറൻസസ് എഴുതി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് വണ് പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ്. നമുക്കിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ടും അതിനകത്ത് ടൈം ഒരു ഇഷ്യൂ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ടൈമിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിനനുസരിച്ച് കാര്യങ്ങൾ എഴുതി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക് വേണം. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 2-3 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടോ നമ്മളൊരു ആൻസേഴ്സ് എഴുതി നോക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് ലേൺ വൈസിൽ മോഡൽ എക്സാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മോഡൽ എക്സാംസിനകത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയി. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് സ്വയമേ ഒരു വാല്യുവേഷൻ നടത്താൻ പറ്റി, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ടൈം ലിമിറ്റിനുള്ളിൽ ഇത് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പൊ അങ്ങനെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാത്ത ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിലോ മറ്റുള്ള സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊരു സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടോ ഒന്ന് ആൻസേഴ്സ് എഴുതി നോക്കുക. ആ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ. അതേപോലെ തന്നെ സോൾവ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ ജസ്റ്റ് പ്രോബ്ലംസ് ഇങ്ങനെ നോക്കി പോകാതെ മാക്സിമം എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനകത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മിനിമം ഒരു 2 പ്രോബ്ലംസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പൊ നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്ത് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതുന്നതിന് വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാക്കി പോയി നമ്മൾ എഴുതുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എഴുതി സോൾവ് ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് ആണ് എങ്കിലും നമുക്ക് എന്താ, റിവൈസ് റെഗുലർലി. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ
ചെയ്യണം? എന്ത് ചെയ്യണം? സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം, വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുക, ആൻസേഴ്സ് റൈറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, അതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം മാറ്റി വെക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റെഗുലർലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. റിവൈസ് ചെയ്തെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തരാകത്തുള്ളൂ. സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ബേസിസിൽ തന്നെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അതാണ് ജനറൽ സ്റ്റഡി ടിപ്സിൽ പറയാനുള്ളത്. നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, വിഷ്വൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, അതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക, അതുപോലെ തന്നെ റെഗുലർ ബേസിസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറൽ സ്റ്റഡി ടിപ്സിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എക്സാം ഡേ സ്ട്രാറ്റജീസ്. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ കൃത്യമായിട്ട് ഒരു വർഷത്തെ നമ്മളുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു 6 മാസത്തെ നമ്മളുടെ കഷ്ടപ്പാടാണ് നമ്മൾ എക്സാം ഡേയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എക്സാം ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിൽ എക്സാം ഡേയുടെ അന്ന് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ യൂഷ്വലി നമ്മുടെ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 8 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 9 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ടാവുക. അതിൽ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും 5 എണ്ണം മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ഓരോന്നിനും നമുക്ക് 20 മാർക്സും 10 മാർക്സും ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. സോ അതിന് നമുക്ക് ആകെ കിട്ടുന്നത് 3 hours ആണ് ടൈം കിട്ടുന്നത്. 100 മാർക്സിന്റെ ക്വസ്റ്റിന് നമുക്ക് 3 hours ടൈമും 50 മാർക്സിന്റെ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിന് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 hours ആണ് ടൈം വരുന്നത്. ആ ഒരു 3 hours എന്ന് പറയുന്നത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആദ്യമേ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ആദ്യമേ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടഫായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാം ഇതിനെക്കുറിച്ച് എനിക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട്, അത് വെച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതെനിക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റും എന്ന് കോൺഫിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ടൈം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടൈം നിങ്ങൾ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു 15 or 10 മിനിറ്റ്സ് നമ്മൾ ജസ്റ്റ് ഈ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം കൃത്യമാണോ കറക്റ്റ് ആയിട്ടാണോ നമ്മൾ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റിലത്തെ ഒരു 10 or 15 മിനിറ്റ്സ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ എക്സാംസ് എഴുതി കഴിയുന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് റൈറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. സോ ആ ഒരു ടൈം മാനേജ് ചെയ്ത് എക്സാംസ് എഴുതുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ലാസ്റ്റിലത്തെ ഒരു 10 or 15 മിനിറ്റ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വണ് എഫക്റ്റീവ് റെപ്രസെന്റേഷൻ. നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. സോ നമ്മൾ എഴുതുന്ന സമയത്ത് ജസ്റ്റ് എന്താ ഇങ്ങനെ വെട്ടും തിരുത്തും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ വാരി വലിച്ച് എഴുതി ചുമ്മാ ഒരു വൃത്തിയില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ എന്താകും? ഒരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. സോ നിങ്ങൾ ആ ഒരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളൊരു ആൻസർ എഴുതുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ വരയിട്ട് നിങ്ങൾ അതിനെ വിട്ട് നിർത്തുക. അതല്ലാതെ ചുമ്മാ ഇങ്ങനെ കുത്തി കുരുക്കി ഇങ്ങനെ എഴുതുന്നത് പോലെ എഴുതാതെ കൃത്യമായിട്ട് അതിനെ നമ്മൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ഒറ്റ വരയിട്ട് നമ്മൾ അതിനെ തെറ്റാണെന്നുള്ളത് കാണിച്ചാൽ മാത്രം മതി. അല്ലാതെ ചുമ്മാതെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ചെഴുതി ഒരു വൃത്തിയില്ലാത്ത രീതിയിലൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കും നമ്മളെ കുറിച്ച് ഒരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. സോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കുക, വൃത്തിയായിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഗ്രാഫോ കാര്യങ്ങളോ ഒക്കെ വരയ്ക്കാനുണ്ട്, ഡിഫറൻസസ് ഒക്കെ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പെൻസിൽസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായിട്ട്
റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്സ് എഴുതുമ്പോഴത്തേക്കിന് പോയിന്റ്സോ സബ് പോയിന്റ്സോ ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ്സും സബ് പോയിന്റ്സും ഒക്കെ അണ്ടർലൈൻ ചെയ്ത് അതൊന്നും കൂടെ ഒന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊരു പോയിന്റ് ആണ് എഴുതിയിരിക്കുന്നത്, ആ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോയിന്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പർ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മളെ കുറിച്ച് നല്ലൊരു ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാർക്കുകൾ സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കിന് അത് ഏറ്റവും ബെറ്റർ ആയിട്ട് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ആൻസർ ഷീറ്റ് വൃത്തിയായിട്ടും നീറ്റായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് എക്സാം ഡേയിൽ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ആൻഡ് ഫൈനൽ ടിപ്സ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇപ്പൊ നമ്മുടെ ഒരു 1 ഇയറിലെ കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു 6 മാസത്തെ കഷ്ടപ്പാടാണ്. നമ്മളിപ്പോ പല പല കാര്യങ്ങളുണ്ട്, നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസ് ഉണ്ട്, നമ്മുടെ ജോലിയുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്തിലേക്ക് വന്നിരിക്കുന്നത്, നമ്മൾ വീണ്ടും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ സ്റ്റേ കൺസിസ്റ്റന്റ്. നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് പാതി വഴി നിർത്തി പോകാതെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുക. അതേപോലെ തന്നെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ 1-2 കാര്യങ്ങൾ കുറച്ച് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ റെഗുലർ ആയിട്ട് ഒരു പ്രാക്ടീസ് കൊണ്ടുവന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ എഫക്റ്റീവ് ആയിട്ട് എന്താ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. സോ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, അതേപോലെ തന്നെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ്, ടേക്ക് ഷോർട്ട് ബ്രേക്സ് ടു റിഫ്രഷ് യുവർ മൈൻഡ് ആൻഡ് അവോയ്ഡ് ബേൺ ഔട്ട്. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കറിയാം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നമുക്കൊരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ വരാം, അല്ലെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ മടുപ്പും കാര്യങ്ങളും ഒക്കെ വരാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മടുപ്പ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക. നമ്മളൊരു ഹാഫ് ആൻ അവർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 minutes or 5 minutes നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്ത് ഒന്ന് ചില്ല് ചെയ്ത് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരുമോ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് ജസ്റ്റ് വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഒന്ന് നടന്നിട്ടൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്നും കൂടെ റിഫ്രഷ് ആവും. മൈൻഡ് റിഫ്രഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ഇരുന്ന് പഠിച്ചു പോകാതെ ഇടയ്ക്കിടയ്ക്ക് എന്താ ചെറിയ ബ്രേക്സ് എടുത്ത് നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ പഠനത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, കൊമേഴ്സ് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ഗ്ലോബൽ ട്രേഡ് ആൻഡ് ഫിനാൻസ്, മാസ്റ്റർ ദിസ് കോൺസെപ്റ്റ് ടു കോൺട്രിബ്യൂട്ട് മീനിങ് ടു ദ വേൾഡ് ഓഫ് ബിസിനസ്. നമുക്കറിയാം കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലോബൽ ട്രേഡ് അല്ലെങ്കിൽ ഗ്ലോബൽ ഫിനാൻസിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ നമുക്ക് എന്തിനെ പറയാം, കൊമേഴ്സിനെ പറയാം. നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പൊ കൊമേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയും കൂടെയാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ, നമ്മൾ ഈ പറഞ്ഞ ഓരോ കോൺസെപ്റ്റ്സും നമ്മുടെ വേൾഡിൽ ബിസിനസ്സിന് എത്രത്തോളം ആപ്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എന്തോരം കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകൾ കൂടിയാണ് നമ്മൾ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളുടെ നോളജ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ പ്രാക്ടിക്കൽ നോളജ്, നമ്മുടെ തിയററ്റിക്കൽ നോളജ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടെ കുറച്ച് നമുക്ക് വളരാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊമേഴ്സ് എന്ന് പറയുന്ന സ്ട്രീം വളരെ വലിയൊരു സ്ട്രീമാണ്, നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുള്ള ഏരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വളർന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രീമിനെ കാണുക, നമ്മളുടെ ബിസിനസ് വേൾഡിന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും കൂടെ ചെയ്യുക. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ എക്സാംസിന് വേണ്ടിയിട്ടും
നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തു പോവുക. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കുക. ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരിക. അതേപോലെ തന്നെ അതിനെ എഫക്റ്റീവായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. അതേപോലെ തന്നെ കൃത്യമായിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഓരോ ദിവസവും കഴിയുന്നോളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ബെറ്ററായി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവരും നല്ല ചില്ലായിട്ട് നല്ല രീതിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തത് നമ്മുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നമ്മൾ എക്സാമിന് എഴുതാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി കോൺഫിഡന്റ് ആയിട്ടും നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്തും നമ്മൾ എന്ത് ചെയ്യുക, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇനി നമ്മൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ പല പല ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനൽസ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ട്, അതേപോലെ തന്നെ വാട്സപ്പ് ചാനൽസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അതിലൂടെ നിങ്ങൾക്ക് ഇപ്പം പുതിയത് നോട്ടിഫിക്കേഷൻസ് വരുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതിനനുസരിച്ച് നിങ്ങൾ ചാനൽസിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.